ഹായ് ഹലോ എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു 3D ഷിപ്പ് വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കാർഡ്ബോർഡ്സ് ആവശ്യമുണ്ട്. അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കാർഡ്ബോർഡ് പീസിൽ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഏകദേശം ഒരേ സൈസിലുള്ള ഒരു 6-7 കാർഡ്ബോർഡ് പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് താഴ്ഭാഗത്ത് ഏകദേശം ഒരു 2 കളികളിലാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബ്ലൂവിൽ ഒരല്പം വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകളിലുള്ള ഒരു 2 കള്ളികളിൽ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം ബ്ലൂ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കോട്ടൺ ആണ്. ഈ കോട്ടൺ നമ്മൾ ഗ്ലൂവിൽ മുക്കിയെടുക്കുക. ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിലിതുപോലെ നമ്മുടെ കോട്ടൺ മുക്കിയെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത് ക്ലൗഡ് പോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇതിൽ ഗ്ലൂ ഉള്ള കാരണം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നനവുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് ഒരല്പം ബ്ലൂ പെയിൻ്റ് എടുത്ത് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അവിടെ എവിടെയായിട്ട്. ഈ രീതിയിൽ എത്ര മേഘങ്ങൾ വേണോ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഒരു 4 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു സ്റ്റിക്കാണ്. ബാംബൂ സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇതുപോലെ നമ്മളുടെ ഈ ഒരു പിക്ചറിൻ്റെ മേലേക്ക് കുറച്ച് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അളവ് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റാണ്. എന്നിട്ട് ഈ സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതിയാവും. ഈ രീതിയിൽ നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒരല്പം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കാർഡ്ബോർഡിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതിയാവും. പക്ഷേ കുറച്ച് സമയം നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും. ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം ഒട്ടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ചെറിയൊരു സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ നടുക്കിലായിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസാണ്. അളവ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പെയിൻറ്റ്. ഏകദേശം നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു കളർ തന്നെയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചെറിയൊരു പീസ് കാർഡ്ബോർഡാണ്. അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതുപോലെ ത്രെഡ് ആവശ്യമുണ്ട്. ബ്ലാക്ക് കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിനേക്കാളും കുറച്ച് തിന്നായത് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ത്രെഡ് എടുത്ത് മുകളിൽ നിന്ന് ഇത് ഹാങ് ചെയ്തിട്ടിട്ട് നമ്മളുടെ ഈ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടില്ലേ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ രീതിയിൽ ഒരു സൈഡിൽ നമ്മളിത് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ത്രെഡും കൂടി എടുക്കുക. അത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ മറ്റേ അറ്റത്തായിട്ട് ചുറ്റി കൊടുക്കുക. ഇത് ഈ രീതിയിൽ കറക്റ്റായിട്ട് ചുറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ തൊട്ട് താഴെയുള്ള ആ കാർഡ്ബോർഡുമേ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഈ ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ത്രെഡിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ താഴേക്ക് വലിച്ച് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളം 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിൽ ഈ രീതിയിൽ വരച്ചു കൊടുക്കുക. അത് കത്രിക യൂസ് ചെയ്തോ അതല്ലെങ്കിൽ കത്തി യൂസ് ചെയ്തോ വരഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു റെഡിഷ് ബ്രൗൺ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തോ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തോ ഇതുപോലെ ഡിസൈൻസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നടുക്കിലായിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് നടുക്കിലായിട്ട് വേണം സ്കെയിൽ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ കത്തി യൂസ് ചെയ്തൊന്ന് വരഞ്ഞു കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇതിനെ തിരിച്ച് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ത്രെഡില്ലേ നേരത്തെ ചുറ്റി കൊടുത്ത പോലെ ത്രെഡ് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനം കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിതൊന്ന് വച്ച് നോക്കിയിട്ട് കറക്റ്റ് സ്ഥാനം മാർക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ത്രെഡ് എടുത്ത് മുകളിൽ നിന്ന് ഹാങ് ചെയ്തിടുക. ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. രണ്ട് സൈഡിലും ഈ രീതിയിൽ ത്രെഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ തിന്നായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസോ അതല്ലെങ്കിൽ പേപ്പർ യൂസ് ചെയ്താൽ മതിയാവും. ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൽ യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ വോൾ ഡെക്കറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഈ സൂര്യനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. യെല്ലോ കളറിൽ ഒരല്പം വൈറ്റ് മിക്സ് ചെയ്തൊന്ന് ലൈറ്റാക്കി കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ വോൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചുവരിൽ 2 സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുനോക്കാൻ പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.